നമുക്ക് നിസാരമാണ്, നമുക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു വന്നു. അസ്ഹാബു സുഫില സ്വഹാബത്ത് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, പ്രതിഫലം മുഴുവനും സമ്പന്നന്മാര് കൊണ്ടുപോവുകയാണ്. അവര് ഹജ്ജിന് പോകുന്നു, അവർ ഉംറയ്ക്ക് പോകുന്നു, അവര് സദക്ക കൊടുക്കുന്നു, അവര് സക്കാത്ത് കൊടുക്കുന്നു, അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരിക്കോരി കൊടുക്കുന്നു. ഞങ്ങളുടെ കയ്യിലില്ല നബിയേ, ഹജ്ജ് ചെയ്യാ പൈസയില്ല, ഉംറയ്ക്ക് പോകാ പൈസയില്ല, സക്കാത്ത് കൊടുക്കാ പൈസയില്ല, സദക്ക കൊടുക്കാ പൈസയില്ല, ഞങ്ങള് പാവപ്പെട്ടവരാണ് നബിയേ. പ്രതിഫലം മുഴുവനും പണക്കാര് കൊണ്ടുപോവുകയാ. അസ്ഹാബുൽ സുഫില് അബൂ ഹുറൈറ തങ്ങൾ ഉൾപ്പെടെ പാവപ്പെട്ട സ്വഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് സങ്കടം പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നു, ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്നു, ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബാ? ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ, ഹജ്ജിന്റെ കൂലി വേണോ? ഹജ്ജിന്റെ കൂലി കിട്ടുന്നവര് നന്മ പറഞ്ഞു തരട്ടെയോ? ഫർദ് നമസ്കാരം കഴിഞ്ഞു, പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മയാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ 3 ദിക്ർ പറയല്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒക്കെ പറയാൻ ആർക്കാ സമയം? അതൊന്നും പറയാൻ ആർക്കും സമയമില്ലടോ. കാരണം അതൊന്നും ഒരു വലിയ നന്മയായിട്ട് നമ്മൾ കാണുന്നില്ല, അതൊക്കെ നിസ്സാരമായി കാണുകയാ. അലിയാരി തങ്ങൾ പറയുക, എൻ്റെ ഫാത്തിമ മരിക്കുന്ന ദിവസവും അത് പറഞ്ഞിട്ടാ മരിച്ചേ. എൻ്റെ ഫാത്തിമ നബിതങ്ങൾ ആ ഒരു നന്മ പറഞ്ഞതിന് ശേഷം എൻ്റെ ഫാത്തിമ മരിക്കുവോളം പറയുമായിരുന്നു, ഞാനും അങ്ങനെ. ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാ, എൻ്റെ നബിതങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ഞാനത് മുടക്കിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ ഖുർആനും പറഞ്ഞത്, ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഒരു നന്മ പറഞ്ഞാ പിന്നെ ചെയ്യണമല്ലോ, ആ ഒരു മനസ്സാണോ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, സഹോദരാ, നമുക്കും ഒരു മത്സരം നടത്താം. ജീവിതകാലം മുഴുവനും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, നീ മരിക്കുവോളം പറയുന്നില്ല. ഒരു ദിവസമെങ്കിലും നിനക്ക് പറ്റുമോ? ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു അവസാനം കിടപ്പറയിൽ വന്നിരിക്കുമ്പോ കിടക്കുന്നതിന് മുമ്പ് നിബിധങ്ങൾ പറഞ്ഞ ഒരു നന്മയല്ലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന ഒരു ദിക്റല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറയണേ. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഈ ദിക്ർ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എല്ലാ ദിവസവും ചെയ്യാൻ ഞാൻ പറയണില്ല, നാളെ പറയണോ വേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ പറഞ്ഞ ഈ 3 ദിക്ർ പറഞ്ഞിട്ട് ഇന്ന് കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊന്ന് കൈവക്കിക്ക്. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അരക്കയ്യന്മാരെ ഒന്നും അല്ലാഹ് ഇവിടെ കയറ്റത്തില്ല. പൊക്കണമെങ്കിൽ നല്ലപോലെ പൊക്കിയോ? അള്ളാഹുവെ, ഈ മജ്ലിസിലിരുന്ന് ആരൊക്കെ കൈവക്കിയോ, ഈ പൊക്കിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല പടച്ചവനെ. അള്ളാഹ് മരിക്കുന്ന സമയത്ത് ഈ കൈ പൊക്കിയവർക്ക് അള്ളാഹ് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാന്. വെള്ളിയാഴ്ച ദിവസം ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈ കൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത ആ ഹൗലുൽ കൗസർ അള്ളാൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഈ കൈ ഉയർത്തിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ.
ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. അതിനും കൂടെ ഒരു ആമീൻ പറ. ആ കൈ പൊക്കാത്തവരുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല, ജീവിതകാലം മുഴുവനും പറയാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും പറയാം, ഒരു ഇൻഷാ അല്ലാ പറയാൻ പറഞ്ഞപ്പോൾ ഇരുന്നാളെ ഒന്നുകൂടെ കൈ പൊക്കിക്കേ, ഒന്നുകൂടെ കൈ പൊക്കിക്കേ. ഉണ്ടോ നേരത്തെ പൊങ്ങിയതുണ്ടോ? നേരത്തെ പൊക്കാത്തവനും കൈ പൊക്കി. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശി ആരാ? അവൻ്റെ അടുക്കൽ ഒരു നല്ല കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യും. അത് എന്തുമാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ ചെയ്യാനുള്ള ഒരു മനസ്സ്, ഒരാഗ്രഹം, ഒരു മത്സരം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്വർഗത്തിൻ്റെ അവകാശിയാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ സ്വഭാവം എന്താ വിശദീകരിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയോ? വയദൂനനാ റഗബൻ വറഹബാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത്? അള്ളാഹു പറയുകയാണ്, അവര് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാ. അവരല്ലാഹുവിനോട് ദുആ ചെയ്യുമോ? ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും എത്ര വലിയ ദുഃഖം വന്നാലും അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ഏത് പ്രതിസന്ധിയിലും അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. പടച്ചവനെ അവര് പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. സഹോദരാ, ഇത് പറയുമ്പോ അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, ഉസ്താദേ ഞാനും ദുആ ചെയ്യാറുണ്ട്, ഇരിക്കുന്ന ഞാനും നിങ്ങളും ദുആ ചെയ്യാറുണ്ട്. പക്ഷേ എടോ, നമുക്ക് തന്നെ അറിയാം നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ലെന്ന്. നമ്മുടെ ദുആ വേറെയാണ്, നമ്മുടെ ദുആ വേറെയാണ്. ആ ദുആയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാഹു പറയുകയാ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യുന്നവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞതെന്നറിയോ? വയദൂനനാ റഗബൻ വറഹബാ. അവരല്ലാഹുവിന്റെ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്നവരാ. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്തെല്ലാം പ്രയാസം വന്നാലും അവർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളും ചെയ്യാറില്ലേ? നമ്മളെല്ലാവരും ദുആ ചെയ്യും. പക്ഷെ ദുആ ചെയ്യണം നിനക്ക് തന്നെ അറിയാം, ഇത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാറുണ്ട്. പള്ളിയിലെ ഉസ്താദ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. ആമീൻ പറയുന്ന ശബ്ദം വല്ലതും കേൾക്കാറുണ്ടോ പള്ളിയിൽ? ഇവിടെ ആമീൻ പറയുന്ന ശബ്ദം, എടാ സദ്യ ഉണ്ണായിരിക്കണ പോലെ ചമ്മണം കുട്ടി ഇങ്ങനെ ഇരിക്കുക, ഒരു ഇല ഇട്ടിട്ട് വിളമ്പിയ തിന്നാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ ഒന്ന് കൈയെങ്കിലും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? നമ്മളെ മടിയന്മാരെങ്ങനെ ഇട്ടുകൊണ്ട് മടിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കും, വേണമെങ്കിൽ തന്നാൽ മതി അല്ലാ. ഇവിടെ ഉസ്താദിന് തന്നെ തോന്നും, ആർക്കു വേണ്ടിയാ അല്ലാ ഞാനിത് ചെയ്യണേന്ന്. സങ്കടം തോന്നാറുണ്ട് പള്ളിയിലെ ഖത്തീബിന്. അദ്ദേഹത്തിന് തന്നെ സങ്കടമാവും. കാരണം ആമീൻ പറയുന്ന ശബ്ദമില്ലടോ. അങ്ങനൊന്നുമില്ല. മനുഷ്യൻ്റെ വായിക്കകത്ത് നാവുണ്ടോയെന്നറിയാം. പൊതുയോഗമൊക്കെ വരണം, അപ്പം അറിയാം വാപ്പായ്ക്ക് നാവുണ്ടോയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നുക. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഒരവസ്ഥ ഞാൻ പറയാം. ഉസ്താദൊക്കെ ഇരിക്കുന്നു, പറയാൻ തന്നെ മടിയാണ്. ഞാനൊരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ എന്നെ കൊണ്ടുപോയി. പഠിച്ചിറങ്ങിയപ്പോൾ ഒരു മരണ വീട്ടിൽ എന്നെ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. ഞാനും എൻ്റെ ചങ്ങാതി ഉസ്താദും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ദുആ ചെയ്യാൻ പോയി. ഉസ്താദെ, ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിനകത്ത് കയറിയിട്ട് യാസീനൊക്കെ ഓതി കഴിഞ്ഞു. ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞു, കാക്കാ ദുആ ചെയ്യാൻ പോകുന്നു, വരാൻ. ഇല്ല ഉസ്താദ്, ചെയ്തോ. രണ്ടാമതും വിളിച്ചു, ഉസ്താദ് ദുആ ചെയ്യാൻ പോണു കാക്ക. ദുആ ചെയ്തോ ഉസ്താദ്. 3 പ്രാവശ്യം വിളിച്ചിട്ടും ഒരൊറ്റ മനുഷ്യൻ പോലും ആ റൂമിനകത്ത് ആമീൻ പറയാൻ വരുന്നില്ല. യാസീൻ ഓതിയിട്ട് ഞാൻ ആ ചങ്ങാതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യാനാ? ഒരു യാസീൻ ഓതി എന്ത് ചെയ്യാനാ? പടച്ചവനെ കളയാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, പടച്ചവനെ, ഈ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ കബറിൽ കൊടുത്തേക്കണേ അല്ലാന്ന്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞിട്ടോ. കാരണം വീട്ടുകാർക്ക് ആർക്കും വേണ്ട, അവർ ചോറ് വിളമ്പുന്ന തിരക്കില്ല. ഇതുപോലെയാണ് പള്ളിയിലെ ഖത്തീബിൻ്റെ അവസ്ഥ. ആ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ആരാ? റബ്ബേ, സൗണ്ടൊന്നും കേൾക്കത്തില്ല. ഇതവസ്ഥ. ഇനി ആമീൻ പറഞ്ഞാലുള്ള അവസ്ഥ. ഒരു ദിവസം ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ, ഖത്തീബ് ആരാ അല്ലാ ഇത് റബ്ബേ,
ഓണക്കാലത്ത് മഴ പെയ്ത പോലെ രാമീൻ കേൾക്കണ പഠിച്ചവൻ ആരല്ല നോക്കുമ്പോൾ ഒരു ചങ്ങാതി 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആമീൻ ഉസ്താദ് ദുആ അങ്ങ് നീട്ടി, സ്വർഗം കൊടുക്കണേ അല്ല, മരണം ഇങ്ങോട്ട് ഉസ്താദ് ദുആ ചെയ്തു, ആമീൻ പറയുന്നുണ്ട്. അപ്പം ഈ ആമീനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ തൂണിലൊക്കെ ജാരിയിരിക്കണ വാപ്പ നോക്കുന്ന ആരല്ല ഇത് പതിവില്ലാതെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആമീൻ വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ ഉസ്താദിനൊരു സംശയം, പഠിച്ചവന് വല്ല കിളി പോയതാണോ അറിയില്ലല്ലോ, ഇങ്ങനെ നടക്കാത്ത കാര്യമല്ലേ. അപ്പം ഈ ആമീൻ പറയണ ചങ്ങാതിയെ ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോഴെന്താ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവൻ്റെ പോക്കറ്റിൽ തെളിഞ്ഞു കാണാം, നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ ഇതും പോക്കറ്റിൽ വെച്ചിട്ട് വന്നിരുന്ന ആമീൻ പറയുന്നടോ, ഈ കാലഘട്ടം എവിടെ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അറിയത്തില്ലേ? ഓണ ബമ്പർ എത്ര ആയിരുന്നപ്പാ? എല്ലാം മലക്കുകൾ, മനുഷ്യന്മാരാരുമില്ല. ഓണ ബമ്പർ എത്ര എന്ന് ആർക്കും അറിയത്തില്ല. എടുത്തിട്ട് റബ്ബെ അടിക്കണമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്ത് അടക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ മനുഷ്യന്മാരുടെ അവസ്ഥയാണോ ഞാൻ പറഞ്ഞത്? ഇതും വെച്ചുകൊണ്ട് പള്ളി വരുന്ന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ദുആ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ദുആ ചെയ്യണം അല്ലാഹ് തന്നെ പറയുന്നുണ്ട് തെളിവ് സഹിതം. എങ്ങനെ ദുആ ചെയ്യുന്ന ആ സ്വർഗത്തിൽ പോകുന്ന ആ ഫിർദൗസിൻ്റെ അവകാശിയായ അടിമയുടെ ദുആ ഖുർആൻ തന്നെ ഉദാഹരണം പറയുക. ആരുടെ ദുആയാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അതാ അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ ദുആ പറഞ്ഞു തരികയാണ്. ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ അവകാശികളുടെ ദുആ പറയുകയാ. ഏതാ ദുആ എന്നറിയോ? നിങ്ങളുടെ കടൽ കാണാ പോകുന്നവരാണല്ലോ, പടച്ചവനെ ബീച്ചിൽ പോകുന്നവരാണല്ലോ. എന്തിനാ കടക്കൽ ഉസ്താദ് എന്നെ കടലിൻ്റെ ചാരത്താ ജോലി ചെയ്യുന്നത്? ആ കടലിൻ്റെ ചാരത്ത് ചെല്ലുമ്പോ തിരമാലയുടെ പരിസരത്ത് പോകാൻ പോലും നമുക്ക് പേടിയാണ്. പടച്ചവനെ അകപ്പെട്ടു പോയാ മരിച്ചു പോകുമല്ലോ. നമുക്ക് തിര വരുമ്പോ വല്ലാത്ത പേടിയാണ്. എന്നാ കടലിൽ പോയിട്ടുണ്ടോ? ഉൾക്കടലിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? പോകണം സഹോദരാ, കൈകാല് വിറയ്ക്കുമടോ. ഞാനും പോയവനാ മീൻ പിടിക്കാൻ. പടച്ചവനെ വലിയ ആഗ്രഹത്തോടെ ബോട്ടിനകത്ത് കയറി കടലിൽ ചെന്നു. കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം മുകളിൽ ആകാശമാണ്, 4 ഭാഗത്തും വെള്ളമാ. എങ്ങനെ കരയിൽ പോകുമെന്നറിയില്ല. വല്ലാത്ത ഒരു പേടിയായി. ആ ബോട്ടോടിക്കുന്ന പ്രായം ചെന്ന ഉപ്പയോട് ഞാൻ ചോദിച്ചു, ഉപ്പ ഇവിടെ എത്ര ആഴമുണ്ട്? ഉസ്താദേ, തെങ്ങിന്റെ കാലും നീളമുള്ള തെങ്ങിനെക്കാളും ആഴമുണ്ട്. പടച്ചവനെ, അവിടെ എങ്ങാനും ഒരു മനുഷ്യന് വീണാ രക്ഷപ്പെടുമോ വാപ്പാ? ഒരിക്കലും രക്ഷപ്പെടില്ല. എന്നാ ഉൾക്കടലിൽ, കടലിന്റെ ഉള്ളിലോട്ട് പോകും തോറും വല്ലാത്ത ആഴമാണ്. ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജീവിയാണ് തിമിംഗലം. അത് കടലിലെ ഏറ്റവും വലിയ മീനാണ്. പടച്ചവനെ, നിങ്ങൾക്ക് അതിനെ കുറിച്ചറിയുമോ? ഈ അടുത്ത ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോ അവിടെ ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കൊണ്ടുപോയി. ഈ കാണുന്ന ഓഡിറ്റോറിയത്തിന്റെ വലുപ്പമുള്ള ഒരു മീനിന്റെ എല്ല് കണ്ടു. പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ ചെറുതാ ഉസ്താദ്. അല്ലാഹുവേ, മീനിന്റെ വലുപ്പം എത്രയാണ്? എടോ, കടലിൽ കിടക്കുന്ന ഏറ്റവും വലിയ മീനാണ് തിമിംഗലം എന്ന് പറയുന്ന മീൻ. അത് കടലിന്റെ ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. ആ മീനിന്റെ വയറിനകത്തൊരു മനുഷ്യൻ വീണുപോയാലോ, കടലിൽ വീണാലേ കിട്ടൂല. പടച്ചവനെ, ഉൾക്കടലിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയാ, നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പറ, രക്ഷപ്പെടാൻ 1% ചാൻസ് ഉണ്ടോ? ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ കാണാൻ കോടികളെ ചെലവഴിച്ചു പോയവരുടെ ചരിത്രം വായിച്ചവരല്ലേ. എന്നാ ആ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റില് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് പെട്ടുപോയടോ. അല്ലാഹുവേ, അവിടെ കിടന്നിട്ട് യൂനുസ് നബി ചെയ്ത ഒരു ദുആയുണ്ട്. വനദാ ഫിൽ ളുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ
എവിടെ കിടന്നിട്ടാ വിളിക്കുന്നതെന്നറിയോ? വനദാ ഫിൽളുലുമാത്ത്. കടലിനടിത്തട്ടിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുളാ സഹോദരാ, വല്ലാത്ത ഇരുളാട്, ഒന്നും കാണാൻ പറ്റാത്ത ഇരുളാട്. ആ ഇരുള് മാത്രമല്ല, ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുകയാ യൂനുസ് നബി. ഒരു ചാൻസുമില്ല, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. 1% പോലും രക്ഷപ്പെടാൻ ഓപ്ഷനില്ല. അവിടെ കിടന്നിട്ടാണ് യൂനുസ് വിളിക്കുന്നത്, അല്ലാഹുവേ നിനക്ക് കഴിയുമല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ, നിനക്ക് കഴിയുമല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു രക്ഷപ്പെടുത്തിയടോ. ദിവസങ്ങൾക്ക് ശേഷം യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മീന് തന്നെ കടലിലേക്ക് കൊണ്ടുവന്ന് ഛർദിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ ഇതിനാ ദുആ എന്ന് പറയുന്നത്, പെങ്ങളെ ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് നബി അവിടെ കടന്നിട്ട് വിളിക്കുന്നുണ്ട്, അല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും പടച്ചവനെ, എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതിനാ ദുആ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. നമുക്കോ? നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. എടോ, ഈ ഉമ്മത്തിനെ പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്തെന്നറിയോ? ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് നിരാശയാടോ. നിരാശ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അനുഭവിക്കുന്നത് നിരാശയാ നമുക്ക്. പടച്ചവന് സഹോദരൻ പറഞ്ഞു, ഉസ്താദെ 6 കൊല്ലമായി മക്കളില്ലെന്ന്. പടച്ചവന് ഓൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവെന്തടാ ചങ്ങാതി, 6 കൊല്ലം 60 കൊല്ലമൊന്നും ആയില്ലല്ലോ. ഇവിടെ മക്കളിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാം തീർന്നു ഉസ്താദ്, ഇനി ഒന്നുമില്ല, കൗണ്ടിങ് ഇല്ല, പടച്ചവന് പീരീഡ്സ് ക്ലിയർ ആകുന്നില്ല, ഗർഭപാത്രമില്ല, ഇനി പ്രസവിക്കൂല അല്ലേ. നമുക്ക് നിരാശ കഴിഞ്ഞു, ജീവിതം തീർന്നു. 30, 35, 40 ആയാൽ പിന്നെ പ്രസവിക്കത്തില്ല. ഇത് 40 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ് പറഞ്ഞ, ഖുർആനിൽ പറഞ്ഞ, ഹദീസ് പറഞ്ഞോ? നിന്നെ പോലെ നടക്കുന്ന ഒരുത്തൻ പറഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശ ജീവിതത്തിൽ പാടില്ല. അതിന് ഏറ്റവും വലിയ തെളിവ് ഒരു ദുആ ഖുർആൻ പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിൽ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുന്നുണ്ട്. ഉമ്മ പള്ളിക്ക് കൊടുത്തതാ. അങ്ങനെ പണ്ടങ്ങനെയാണ് പള്ളിക്ക് കൊടുക്കും. മറിയം എന്ന് പറയുന്ന പെൺകുട്ടി ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഇങ്ങനെ ജീവിക്കുകയാ. സക്കരിയ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോൾ മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. ഒരുപാട് പാഠങ്ങളുടെ ആ ചരിത്രത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം നോക്കി, ഈ പഴം പടച്ചവനെ, അല്ലാഹുവേ ഈ പഴം ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. മോളെ മറിയമേ, എവിടെ നിന്നാ മറിയമേ ഈ പഴം നിനക്ക്? ഈ പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന നിനക്ക് ഈ പഴം എവിടെ നിന്നാ? മറിയം എന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ പറയുകയാ, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, എൻ്റെ റബ്ബ് തന്നതാ എനിക്ക്, എന്നെ പടച്ച റബ്ബ് തന്നതാ എനിക്ക്. സക്കരിയ നബി ആ പഴത്തിലേക്ക് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ആ പഴം കിട്ടൂല. കാരണം ഓരോ പഴത്തിനും സീസൺ ഉണ്ട്. മാങ്ങയ്ക്ക് സീസൺ ഉണ്ട്, ഓറഞ്ചിന് സീസൺ ഉണ്ട്. ഇതുപോലെ ഓരോ പഴങ്ങൾക്കും അതിൻ്റെതായ സീസൺ ഉണ്ട്. ഈ പഴം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടത്തില്ല, സീസൺ അല്ലാത്ത സമയം. അങ്ങനെയുള്ള പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്ന മറിയം എന്ന് പറയുന്ന പെൺകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ഇത് കണ്ടപ്പോൾ, മറിയമിൻ്റെ മറുപടി കേട്ടപ്പോൾ, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കൊല്ലങ്ങൾ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു, വർഷങ്ങളായി, മക്കളില്ല, വൃദ്ധനായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായം ചെന്ന സക്കരിയ നബി അലൈഹിസ്സലാം, കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി മക്കളില്ലാതെ നടക്കുന്ന സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയമെന്ന് പറയുന്ന പൊന്നാര മകളുടെ മറുപടി കേട്ടപ്പോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം
അവിടുന്ന് പടച്ചവനോട് മക്കളില്ല, പ്രായമായി, വയസ്സ് ഒരുപാട് കഴിഞ്ഞു. ചരിത്രം പറയുകയാണ് 100 വയസ്സിന്റെ മുകളിൽ പ്രായമുണ്ട്. പടച്ചവനെ 120ഓളം വയസ്സുണ്ടെന്നൊക്കെ പറയുകയാണ്. അല്ലാഹുവേ, സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്അലർ റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, എനിക്ക് പ്രായമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി തമ്പുരാന്, ഞാൻ വൃദ്ധനായി പടച്ചവന്, എൻ്റെ മാംസങ്ങൾ എല്ലിൽ നിന്ന് വിട്ടിരിക്കുകയാണ്, എൻ്റെ തൊലികൾ ചുടുങ്ങിയിരിക്കുന്നു, എനിക്ക് കഴിവില്ല തമ്പുരാന്, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വൃദ്ധനാണ്. സക്കരിയ നബി എണ്ണി എണ്ണി പറയുകയാണ്, പടച്ചവനെ ഞാൻ വൃദ്ധനാണ്, എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, എനിക്ക് മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടോ എന്റെ ഭാര്യയുടെ അവസ്ഥയും ഇത് തന്നെയാ പടച്ചവന്. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി, 99 വയസ്സിന്റെ താഴെ പ്രായമുണ്ടോ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് പെണ്ണേ 50 വയസ്സ് കഴിഞ്ഞ മെൻസസ് നിലയ്ക്കുമല്ലോ. ഡോക്ടർമാര് പറയുന്നത് പിന്നെ മക്കളുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ്. എന്നാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു. പെങ്ങളെ 99ഓളം വയസ്സ് പ്രായമുണ്ട്. സക്കരിയ നബി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണ് നീ പ്രസവിക്കുമെന്ന് പറയുമ്പോ ആ ഭാര്യ പോലും പറയുന്നു, എന്നെ കളിയാക്കുന്നു, ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? അത്രത്തോളം സക്കരിയ നബിയുടെ ഭാര്യയ്ക്ക് പ്രായമുണ്ട്. രണ്ടുപേരും പ്രായം ചെന്നവരാണ്, ഒരു ചാൻസുമില്ല, ഒരു വഴിയുമില്ല. പക്ഷേ സക്കരിയ നബി പറഞ്ഞു, അല്ലാ നിനക്ക് കഴിയുമ തമ്പുരാന്, നിനക്ക് കഴിയുമ തമ്പുരാന്, എനിക്കൊരു സന്താനത്തെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ വേണമല്ല, എനിക്കൊരു പൊന്നുമോനെ തരണേ അല്ല. സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ല കൊടുത്തു വാപ്പാ, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബി, 99 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള ഭാര്യ. നിങ്ങൾ പറ, സാധ്യത ഉണ്ടോ? 1% ഇന്നത്തെ ഡോക്ടർമാർ പറയുന്ന കണക്കനുസരിച്ച് ചാൻസ് ഉണ്ടോ? ഇല്ല. സക്കരിയ നബിയും പറഞ്ഞു ഇല്ല. പക്ഷേ നിനക്ക് കഴിയും തരാൻ, നിനക്ക് പറ്റും പടച്ചവനെ, എനിക്ക് തന്നേ പറ്റൂ. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാമിനെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ ദുആ, ഇതാണ് ദുആ. ചെയ്തിട്ടുണ്ടോ നീ? നീ കണ്ട ആൾക്കാർ ആമിന പറഞ്ഞു, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. കണ്ട ഡോക്ടർ മൊത്തം പോയി കണ്ടു. ഇപ്പം മടുത്തു, എല്ലാ മരുന്നും കഴിച്ച് നീ മടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ എവിടെ നിന്നാ പറയണമെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എനിക്ക് ഞാൻ എവിടെ നിന്നാ പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ അടുത്ത് തന്നെയാണ് പറയണത്. പറഞ്ഞില്ലേ ഉസ്താദ്? അൽഹംദുലില്ലാഹ്, ഇത്ര വർഷങ്ങൾക്ക് ശേഷമല്ലേ, അല്ലേ? 23 കൊല്ലത്തിന് ശേഷമാ അല്ല കൊടുത്തത്. എങ്ങനെ? അത് ഖുർആൻ ഓതിയിട്ട് കിട്ടിയടോ, അങ്ങനെ ഞാൻ പറയും. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇതാണ് വേണ്ടത്. പ്രതീക്ഷ വിടരുത്. സക്കർ നിങ്ങൾ നോക്കിയേ, കണ്ട മരുന്ന് മൊത്തവും കഴിച്ചു. എന്നാ അല്ല പറഞ്ഞ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഖുർആനിലില്ലാത്ത മരുന്നുണ്ടോ കാക്ക? അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ല പറയാത്ത എന്തു മരുന്ന്? എല്ലാ രോഗത്തിനും മരുന്നുണ്ടോ? ഖുർആനിലില്ലാത്ത ഒന്നുമില്ല. ഉസ്താദെ കച്ചവടം ഇല്ല. കച്ചവടം ഇല്ലാത്ത നിന്നോട് ഖുർആൻ പറഞ്ഞ മരുന്നുണ്ടല്ലോ. അല്ല പറഞ്ഞല്ല മരുന്ന് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ എന്താ ചെയ്യേണ്ടതെന്ന്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നിരാശയാ. ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇല്ല കഴിഞ്ഞു, 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, ഇല്ല. ഓ മച്ചാടെ കുഴപ്പമാ, ഭർത്താവിൻ്റെ കുഴപ്പമാ, ഭാര്യയുടെ കുഴപ്പമാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓളുടെ കുഴപ്പം. ആര് പറഞ്ഞു? ആര് പറഞ്ഞ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞ മരുന്ന് കഴിക്കണം. മക്കളില്ലാത്തവർ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ചോദിക്കണം. അറിവുള്ളവരോട് പോയി ചോദിക്കണം, ഖുർആനി വല്ല മരുന്നുണ്ടോയെന്ന്. മക്കളില്ലാത്തവർക്കും മക്കളെ കിട്ടാൻ ഖുർആൻ പറഞ്ഞ മരുന്നുണ്ട് പെങ്ങളെ. ഏതാ മരുന്ന്?
മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരിക്കൽ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് കിതാബ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, വെള്ളമില്ല, വലിയ ബുദ്ധിമുട്ടാണ്, മഴയില്ല, വല്ലാത്ത പ്രയാസം, ദുആ ചെയ്യണം, എന്താ ചെയ്യാ? മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു അത്രേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ, വെള്ളമില്ല അല്ലേ, പറഞ്ഞോളാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ കയറി വന്നു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, ദുആ ചെയ്യണം, എന്താ ചെയ്യാ? കച്ചവടമൊക്കെ ബുദ്ധിമുട്ടായില്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞോ, പൊക്കോളാൻ പറഞ്ഞു. മൂന്നാമതൊരാൾ കയറി വന്നു, തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായി, മക്കളില്ല, ഇല്ലാത്ത ബുദ്ധിമുട്ട്, ഭാര്യ ഭയങ്കര സങ്കടത്തിലാണ്, തങ്ങളെ മക്കളില്ല അല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അപ്പം ഇത് കേൾക്കണ ശിഷ്യന്മാരുടെ കിളി പോയിട്ടുണ്ടാകും. എടാ ഉസ്താദ് എല്ലാത്തിനും ഒരു മരുന്നാ പറഞ്ഞ്, മക്കളില്ലെന്ന് പറഞ്ഞവരോടും, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞവരോടും, വെള്ളമില്ല മഴ വേണമെന്ന് പറഞ്ഞവരോടും എല്ലാവരോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, ഇതെന്തേ ഉസ്താദെ എല്ലാത്തിനും ഒരു മരുന്ന്, എല്ലാത്തിനും ഒരു മരുന്നെന്താ? അപ്പോഴാണ് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാ, ഞാൻ പറഞ്ഞതല്ല മക്കളെ, അല്ലാഹു പറഞ്ഞതാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ല പറഞ്ഞ മരുന്നാണ് സഹോദരാ. വെള്ളമില്ലേ, കിണറ്റിലെ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവര് പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കടയിൽ കച്ചവടമില്ല, അയൽവാസിയുടെ കടയ്ക്കകത്ത് ആള് കയറുന്നത് കാണുമ്പോ അവിടെ ഇരുന്ന് അസൂയപ്പെടല്ലേ, പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു തരും സഹോദരാ. മക്കളില്ലേ പെങ്ങള്, അല്ലയല്ലേ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറയാ. പറഞ്ഞു പെണ്ണ്, അല്ലാഹു നിനക്ക് മക്കളെ തരും പെങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രതീക്ഷ കൈവിടണ്ട. അല്ലയാണ് നമ്മുടെ കൂടെയുള്ളത്, അല്ലാഹുവാണ് നമ്മുടെ കൂടെ ഏറ്റവും അടുത്തുള്ളത്. ചോദിച്ചാ തരുന്നവനാണ് അല്ലാഹ്. ദുആയിക്കൊരു മടിയും വേണ്ട. എന്തിനാ എപ്പോഴും ദുആ മജ്ലിസും ദുആയും എന്തിനാ ഉസ്താദ്? ചെയ്തോ ദുആ ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നഷ്ടമില്ലാത്ത കച്ചവടമാണ് ദുആ. പോ സഹോദരാ, എടോ എന്റെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് കൈനീട്ടിയാ ഞാൻ നിങ്ങളെ വെറുതെ മടക്കിയേക്കാം. പക്ഷേ ആരെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തിയ അല്ലാഹു വെറും കൈയോടെ മടക്കൂല. അവൻ എത്ര മോശക്കാരനാകട്ടെ, അല്ലാഹു വെറും കൈയോടെ മടക്കൂല. അല്ലാഹു മാന്യനാണ്. 3-1 അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തിയാൽ ആ കൈ വെറുതെ അല്ലാഹു മടക്കൂല. എന്തെങ്കിലും ഒന്ന് തരും സഹോദരാ. ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം പടച്ചവന്. ചോദിച്ചാൽ അല്ലാഹു നിനക്കത് തരുമടോ? അല്ലെങ്കിൽ നബി തങ്ങൾ പറയുകയാ, ചോദിച്ചത് അല്ലാഹു തരൂല, അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കുകയാണ്. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് മാറ്റിവെക്കുകയാണ്. ഇന്ന് നീ സങ്കടപ്പെട്ടു, നാളെ അല്ലാഹു നിനക്ക് സന്തോഷം തരും സഹോദരാ.
ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. പടച്ചവനെ, ഇനി അല്ലാഹു ദുനിയാവിൽ നീ ചോദിച്ചത് തന്നില്ല, ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റിവെച്ചില്ല. എന്നാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറ് അല്ലാഹു തട്ടിമാറ്റുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും, ഇല്ലെങ്കിൽ അല്ലാഹു അത് പരലോകത്തേക്ക് മാറ്റിവെക്കും. നീ ഇത്തിരി വിഷമം കിട്ടിയില്ലല്ലോ, വേണ്ട, നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ നന്മ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും. ഇത് ഏതാ അല്ലാഹ്? നീ ദുനിയാവി വെച്ചൊരു ദുആ ചെയ്തില്ലേ, അന്ന് തന്നില്ല, അത് ഇന്ന് തരികയാണ്. അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു, കാരണം ഇവിടെ കിട്ടുമല്ലോ. അപ്പം ഒന്നീ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ, ഇല്ലെങ്കിലോ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന ഒരു ഷർറ് ഈ കാണുന്ന ദുആ കൊണ്ട് അല്ലാഹു തട്ടിമാറ്റി തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ദുആയിലൊരു മടിയും കാണിക്കരുത്. ദുആ ചെയ്യണം എപ്പോഴും അല്ലാഹുവിനോട്, ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ചുമ്മാ കിടന്നിട്ട് വിളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് ഒരുപാട് മണിക്കൂർ നിലവിളിച്ച് ദുആ ചെയ്യണമെന്നൊന്നുമില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അത് അള്ളാഹുവിൽ വിശ്വാസത്തോടു കൂടി പറയണം. ഏതുപോലെ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ചങ്ങാതി ഉമർ തങ്ങളുടെ എതിരെ നടന്നു വരുന്നുണ്ട്. യാദർശികമായി രണ്ടുപേരും കണ്ടുമുട്ടി, രണ്ടുപേരും മുഖാമുഖം കണ്ടു, ഇനിയിപ്പോൾ ഒരു വഴിയില്ല. അപ്പോൾ ഉമർ തങ്ങളുടെ എതിരെ വരുന്നവൻ്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. കള്ളും പിടിച്ചോണ്ടാ വരുന്നത്. ഇപ്പുറത്ത് വരുന്ന ചങ്ങാതി എന്ന് പറഞ്ഞാൽ റഹ്മാനായ അല്ലാഹ്, വെട്ടുണ്ട് തുണ്ടൻ രണ്ടിൻ്റെ ആളാ. ഖലീഫ ഉമറാണ് വരുന്നത്. ഒരു രക്ഷയില്ല, ഉമർ എങ്ങാണം പിടിച്ച തീർന്നു. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കണത് ഈ ചങ്ങാതി നല്ല ചങ്ങാതിയാന്നാ, നല്ലവനാണെന്ന്. കാരണം കോലം കൊണ്ടങ്ങനെ ഈ മനുഷ്യന് വല്ലാത്ത സങ്കടമായി. രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നടന്നു വരികയാണ്. ഈ മനുഷ്യൻ കണ്ണടച്ചു പിടിച്ചു. ചരിത്രം പറയുന്നു, ഇദ്ദേഹം കണ്ണടച്ചു പിടിച്ചു. എന്നിട്ട് നടന്നു വരുന്ന വഴിയിൽ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ ചെയ്യുന്നത് തെറ്റാ അല്ലാഹ്, ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്തത് തെറ്റാ, ഞാൻ സമ്മതിച്ചു. പടച്ച റബ്ബേ, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല. അള്ളാഹുവേ, ഇനി മരിക്കണ കാലം വരെ കൈകൊണ്ട് പോലും ഞാൻ ഈ കള്ളു തൊടൂല്ല. അല്ലാഹ്, പടച്ച റബ്ബേ, ഇന്ന് ഉമറിൻ്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തത് പാവമാ, സമ്മതിച്ചു, ഇനി മരിക്കണ കാലം വരെ ഞാൻ ചെയ്യൂല, പക്ഷെ ഉമറിൻ്റെ മുമ്പിൽ എന്നെ രക്ഷപ്പെടുത്തണം. ഈ മനുഷ്യൻ ഇത് പറഞ്ഞു തീരുന്നതും ഉമർ തങ്ങൾ ചോദിച്ചു, ഹബീബേ, എവിടെ പോയതാ? എന്താ കയ്യിൽ? എവിടെ പോയതാ? എന്താ കയ്യിലിരിക്കണത്? ഈ ചങ്ങാതി കണ്ണ് തുറന്നിട്ട് പറഞ്ഞടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ, എൻ്റെ കയ്യിലിരിക്കുന്ന സുറുക്കയാ. ഇങ്ങോട്ടാ ഉമർ തങ്ങളെ കുപ്പി അങ്ങോട്ട് മേടിച്ചു. ആ കള്ളിൻ്റെ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അത് സുറുക്കയായി മാറിയെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ചരിത്രം പറയുക, നിങ്ങൾ ആ ചരിത്രം വായിച്ചോ, ഹദീസ് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ആ സുറുക്ക തുറന്നു നോക്കിയപ്പോൾ ആ കുപ്പി, ആ കള്ളിൻ്റെ കുപ്പി തുറന്നു നോക്കിയപ്പോൾ അത് സുറുക്കയായി മാറി. ഇത് ഹദീസിൽ കാണാം. ഉമർ തങ്ങളുടെ ചരിത്രം വായിച്ച് നോക്കുക, നമുക്കിത് കാണാൻ കഴിയും. അപ്പം എന്ത് ധൈര്യത്തിലായി മനുഷ്യൻ ഇത് പറഞ്ഞത്? അവിടെയാ എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹ് ഇനി മരിക്കണ കാലം വരെ തൊടൂല്ല, അല്ലാഹ് ഞാൻ ചെയ്യില്ല, അല്ലാഹ് പുറത്തുതാ. ഒരൊറ്റ വാക്ക്. ഇതാണ് ദുആ. ഈ പ്രതീക്ഷയോടുകൂടി വേണം നമ്മൾ ദുആ ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എന്താ ഇത്ര മടി? ഈ ഇരിക്കണ ഓരോ മനുഷ്യനോടും ചോദിക്കട്ടെ, നീ ചോദിച്ച എന്താ അല്ലാഹ് നിനക്ക് തരാത്ത? ഒന്ന് പറ. ഞാനോ നിങ്ങളോ അള്ളാഹുവിനോട് ചോദിച്ച എന്തേ അല്ലാഹ് തരാത്ത? ചോദിച്ചതൊക്കെ തന്നിട്ടില്ലേ? എൻ്റെ കഴിവില്ല അള്ളാഹിന്. അതുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യുന്നവർക്കാണ് അള്ളാഹു ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഇന്ന് ഈ മജ്ലിസിൽ നടക്കുന്ന ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം 10 മണിയായോപ്പാ? സമയം 10 മണിയായോ? ബാസിയാർ 10 മണി വരെ എന്നാ പറഞ്ഞ, 10 മിനിറ്റും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നന്മ കൂടെ പറഞ്ഞ് ദുആ ചെയ്ത് പിരിയ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരെണ്ണം കൂടെ പഠിച്ചൂടെ? നിർത്തണോ പറയണോ? പറയണോ നിർത്തണോ? ഒരു നന്മ കൂടെ. മൂന്നാമത്തെ സ്വഭാവം എന്താ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മൂന്നാമത്തെ സ്വഭാവ ഗുണമെന്തെന്നറിയോ? വകാനൂ ലനാ ഖാശിഈൻ. അവർ
അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണ്. അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്. അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ അല്ലാ എന്ന് പറഞ്ഞ ഭയമാണ്, അല്ല എന്ന് പറഞ്ഞ പേടിയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ടടങ്ങൾ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ഹൃദയങ്ങളെ പിടയ്ക്കുകയാണ്. പടച്ചവനെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. അവനെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അവനെ തൗബ ചെയ്തുകൊണ്ട് തവക്കലേൽപ്പിച്ച് അവൻ മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ സഹോദരാ, ആർക്കാ അല്ലാഹനെ പേടിയുള്ളത്? നമുക്ക് അല്ലാഹനെ പേടിയില്ലടോ. അല്ലാഹനെ കുറിച്ച് നമുക്കറിയില്ലടോ. അല്ലാഹുവിനെ കുറിച്ച് എന്ത് അറിവാണ് നമുക്കുള്ളത്? ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ നിന്നോട് ചോദിക്കുകയാ, അല്ലാഹയാരാ? നീ എന്ത് പറഞ്ഞു കൊടുക്കും സഹോദരാ? എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന അറിവല്ലാതെ എന്തറിവാ അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത്? പഠിക്കണം സഹോദരാ, അല്ലാഹയാരാണെന്ന്. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പേടി വരുമടോ. പാപം ചെയ്യാൻ നമുക്ക് പേടിയാ, തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയാ. അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. ചെറുപ്പക്കാരാ, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ പടച്ചവനെ ഉസ്താദേ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. സഹോദരാ, ഇല്ല സഹോദരാ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല. അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാ അല്ല നമ്മളെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദീനനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ ഭയന്ന് വേണം ജീവിക്കാൻ. നമ്മുടെ വീടുകൾ ദീനുള്ള വീടാകണം, നമ്മുടെ ഭാര്യ ദീനുള്ള ഭാര്യയാവണം, നമ്മുടെ മക്കള് ദീനുള്ള മക്കളാകണം. അൽഹംദുലില്ലാ, അവിടെയാണ് ഇതുപോലെയുള്ള സ്ഥാപനത്തിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അല്ലാഹുവേ, ചെറുപ്രായം മുതൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങളായ മക്കള്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എത്ര ഭാഗ്യമാണ് ഈ മക്കൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഒരു കുടുംബം നേരെയാകുകയല്ലോ. ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. പടച്ചവനെ, നാളെ കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒരു പൊന്നുമോളുണ്ടല്ലോ. അതാ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഏത് വിവാഹത്തിന് പോകുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. ഉസ്താദന്മാര് പറയാറുണ്ടല്ലോ, തുൻകഫുൽ മർഅത്തുൽ അർബഇൻ, 4 കാര്യങ്ങൾ എന്ന് പറയുകയാ. സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ഫളുഫറു ബിദാത്തി ദീനിനെയാണ് പരിഗണിക്കേണ്ടത്. ഈ യതീംഖാനയിൽ പഠിക്കുന്ന പൊന്നുമോള്, അല്ലാഹുവേ, കോടിക്കണക്കിന് സ്വലാത്തുകളെ പറഞ്ഞ പൊന്നുമോളല്ലേ, അള്ളാന്റെ ഖുർആൻ പഠിച്ച പൊന്നുമോളല്ലേ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച പൊന്നുമോളല്ലേ. പറയാൻ വലിയ തറവാട്ടിത്തരമൊന്നുമില്ലടോ, കോടാനുകോടി സമ്പത്തില്ലാത്തവളായിരിക്കാം, പക്ഷേ ദീനുണ്ടടോ, ദീനുണ്ടടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ, നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഉസ്താദന്മാര് വാഴ്ന്നു പറയുമ്പോ പെങ്ങളെ, നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ കുറ്റങ്ങൾ പറയുന്നത് നിങ്ങളോടുള്ള വാശി കൊണ്ടല്ല. പെണ്ണെ, നീ രക്ഷപ്പെട്ട, നീ നല്ലവളായ വീട് നന്നായി പൊന്നുമോള്. ഒരു പെണ്ണ് നന്നായാൽ പടച്ചവനെ ആ വീട് നന്നായടോ. വാപ്പ നല്ല മനുഷ്യനാണ്, വാപ്പ നല്ല മനുഷ്യനാണ്, ഭാര്യ നല്ലവളല്ല.
വാപ്പ നല്ല മനുഷ്യനാണ്, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകുമടോ, മക്കള് വഴിപിഴച്ചു പോകുമടോ. പെങ്ങളെ വെറുതെ പറഞ്ഞതല്ല സഹോദര, ആലിമാകട്ടെ പണ്ഡിതനാകട്ടെ ആരുമാകട്ടെ, ഭാര്യ നല്ലവളല്ലെങ്കിലും മക്കള് തലതിരിഞ്ഞു പോകുമടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനാണ് നൂഹ് നബി. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ്. ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല, ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തില്, ആ ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുമ്പോ യാ ബുനയ്യ നൂഹ് നബി വിളിക്കുന്നു, പൊന്നുമോനെ, ഉപ്പാടെ പൊന്നുമോനെ. ഉപ്പ പറയുന്നത് കേക്കടാ മോനെ, ഈ കപ്പലിലേക്ക് കേറടാ. ഇന്നത്തെ ദിവസം ലാസിമൽ യൗമ മിൻ അംരില്ലാഹ്, ഇന്ന് വേറെ വഴിയൊന്നുമില്ലെന്ന് തന്റെ പൊന്നാര മകനോട് മഹാനായ നൂഹ് നബി പറയുമ്പോ, വാപ്പാടെ കാര്യം നോക്കിക്കോ, ഞാൻ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. തന്റെ പൊന്നാര മകന് കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചടോ. കാണേണ്ടി വന്ന സഹോദരാ, ഏ ചെറുപ്പക്കാരാ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബിയുടെ ചരിത്രം പഠിച്ചവരാണെന്ന്. അതും പ്രവാചകനായിരുന്നു. ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വാസമില്ലാത്തവളായിരുന്നു. തന്റെ മക്കളും തലതിരിഞ്ഞു പോയെന്ന ചരിത്രം പറയുകയാ. അല്ലാഹു പറയുകയാ, ഈ പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങളാകല്ലോ എന്ന് ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള പെണ്ണുങ്ങളോട് പറയുമ്പോ, സഹോദരി നീ നല്ലവളാകണം മോളെ. നീ നല്ലവളായാൽ കുടുംബം നന്നായി. പെങ്ങള് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയാനുള്ള കാരണം എന്താ? ഒറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. തന്റെ ജനതയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഖലീഫ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാണ്. വീടിനകത്ത് വഴക്ക് നടക്കുകയാണ്. ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു വീടിനകത്ത് ഒരു ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുകയാ. ഉമ്മ പറയുന്നു, മോളെ പാലിൽ വെള്ളം കലർത്തു മോളെ. മർദ്ദങ്ങൾ ഒളിഞ്ഞു കേട്ടതല്ല, നടന്നു പോകുന്ന വഴിയിൽ വഴക്ക് കേട്ടപ്പോ ഒന്ന് നിന്നുപോയതാണ്. ഉമ്മ മകളോട് പറയുകയാ, പാലിൽ വെള്ളം കലർത്താൻ. മകള് പറഞ്ഞു, പാപവാ ഉമ്മ, ഇത് വഞ്ചനയാ ഉമ്മ, ഇത് തെറ്റാ ഉമ്മ, ഞാൻ ചെയ്യില്ല. മകളോട് ഉമ്മ പറയുകയാ, പാലിൽ വെള്ളം കലർത്തടി. മകള് പറഞ്ഞു, ഉമ്മ ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമറങ്ങാണ് മറിഞ്ഞ നമ്മളെ വെറുതെ വിടത്തില്ല ഉമ്മ. ആ പൊന്നുമകൾ ഉമ്മയോട് പറയുമ്പോ ഉമ്മ ചോദിക്കുകയാ, ഉമർ എങ്ങനെ അറിയാനാണ്? ഉമർ കടന്ന് ഉറക്കമായിരിക്കും. ഈ രാത്രിയിൽ നമ്മുടെ വീടിനകത്ത് വെള്ളം കലർത്തുന്നത് ഉമർ എങ്ങനെ അറിയാനാ? നിന്നോട് വെള്ളം കലർത്താനാ പറയുന്നത്. ആ മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, ഖലീഫ ഉമർ ഉറങ്ങുമായിരിക്കും, ഖലീഫ ഉമർ അറിയുന്നില്ലായിരിക്കും. പക്ഷേ ലോകത്തിന്റെ അധിപനായ അല്ല കാണുന്നുണ്ട് ഉമ്മ. ഇന്നി അഖാഫുല്ലാഹ്. ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. വീട്ട് പടച്ചവനെ, ഉമർ തങ്ങൾ ആ വീടിനടയാളം വെച്ചു. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളെ പറഞ്ഞു വിട്ട ആ പെൺകുട്ടിയെ കുറിച്ച് പഠിക്കാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ പൊന്നാര മകൾ യതീമായിരുന്നു. ആ പെൺകുട്ടി യതീമായ ഒരു പൊന്നുമോളാണ്. ഉമ്മ നല്ലവളാണ്. ഉമ്മ പാലിൽ വെള്ളം കലർത്തുന്നവരല്ല. പിന്നെ എന്തിനാണ് കലർത്താൻ പറഞ്ഞതെന്നറിയോ? ആകെ ഉള്ളതൊരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ്. ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം ഒരാഴ്ചയായി അവര് ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ഒരൽപ്പം പാല് കിട്ടിയത്. ഉമ്മ പറഞ്ഞു, വെള്ളം കലർത്തി കൊടുത്താ
വല്ലതും കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോഴാണ് ആ മകള് പറഞ്ഞത് അല്ല കാണുന്നുണ്ടെന്ന്. ഉമർ തങ്ങൾ നേരെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. തൻ്റെ ആൺമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ സമ്പത്തില്ലടാ, വലിയ കൊട്ടാരമില്ല, ഒരു പാവപ്പെട്ട ഒരു പെണ്ണുണ്ട്, അവൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാ, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രായം ചെന്നത് കാരണം എനിക്ക് പറ്റൂല. ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, രണ്ടാമക്കളെ വിളിച്ചു. ഖലീഫ ഉമർ തങ്ങൾ രണ്ടാമക്കളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടിയെ കെട്ടുമോ? ഉമർ തങ്ങളുടെ പൊന്നാര മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പാ, എനിക്ക് വേണം. അല്ലാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആ പെണ്ണിനെ എനിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുകയാ. ഇതാണോ ഹൃദയത്തിൻ്റെ അകത്തള്ളയുണ്ടാകണം, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. നിങ്ങൾക്ക് ചരിത്രമറിയുമോ? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? കരയും ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് മനസ്സിലായി തൻ്റെ മരണമെടുത്തെന്ന്. തൻ്റെ മരണത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു. പടച്ചവനെ കുളിച്ച് റെഡിയാവുകയാണ്. നേരെ റൂമിനകത്ത് കയറി വന്നു. അതാ തൻ്റെ കട്ടിലിൽ വന്ന് താൻ കിടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. തൻ്റെ ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്, തൻ്റെ പ്രിയതമ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, പൊരുത്തം തരണേ ഫാത്തിമ, എൻ്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ. തൻ്റെ ഫാത്തിമയോട് പൊരുത്തം ചോദിക്കുകയാണ്, യാത്ര പറയുകയാണ്, വസിയ്യത്തുകൾ ചെയ്യുകയാണ്. പടച്ചവനെ, രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ കരയുകയാണ്. കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്ക് ഫാത്തിമ. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് എന്റെ വാതിലടയ്ക്ക് ഫാത്തിമ. ഫാത്തിമ കരയുകയാണ്, എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എൻ്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. ഒന്നിറങ്ങു ഫാത്തിമ, ഒന്ന് പുറത്തിറങ്ങി വാതിലടയ്ക്ക് ഫാത്തിമ. മനസ്സില്ല മനസ്സോട് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലടോ. ഭർത്താവ് സക്കറാത്തിന്റെ ബസ്സയിൽ റൂമിനകത്ത് കിടക്കുകയാണ്. ഭാര്യ പുറത്തു നിന്ന് കരയുകയാണ്. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? ആരാ? അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വരുന്നതാരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. ആ ഫാത്തിമ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിനകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് അവിടുന്ന് സലാം പറയുകയാ, അവിടുന്ന് സ്വീകരിക്കുകയാ, അവിടുന്ന് സ്വീകരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വിഴുകുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണമെടുത്തിരിക്കുന്നു. റൂഹ് പിടിക്കാനുള്ള മലക്ക് കടന്നു വന്നിരിക്കുന്നു. ഭർത്താവ് ഒറ്റയ്ക്ക് റൂമിനകത്ത് കിടക്കുകയാണ്. സമാധാനമില്ലാതെ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ
രണ്ടാമതും റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുന്നു വാപ്പാ. എപ്പോഴാ ഖുർആൻ ഓതുന്നതെന്നറിയോ? അല്ലാഹുവേ, ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയോ? സാധാരണായത്തല്ല. പിന്നെ ഏതായത്താ പാരായണം ചെയ്തത്? തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽമുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറയുകയാ, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ ഫാത്തിമ വൽആഖിബത്തു ലിൽമുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. തന്റെ പ്രിയതമയോട് വിളിച്ചു പറയുകയാ. ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണി വലിച്ചിടുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഷഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ലടോ, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്. വാതില് തുറന്ന് പ്രിയതമന്റെ റൂമിനകത്തേക്ക് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രകാശമെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ റൂമിനകത്ത് കിടന്നതെന്ന് ആ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചു കിടക്കുകയാണ്. റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാണ്. ഫാത്തിമ പോലും ചോദിക്കുന്നു, എന്തൊരു മരണമല്ലാ. നാട് മുഴുവനും അറിയുകയാണ്, ജനങ്ങൾ മുഴുവനും കടന്നു വന്നു. എല്ലാവരും പറയുന്നു, നല്ല മരണമാ. മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും ചുമന്നവരും പറയുകയാ, വല്ലാത്ത സുഗന്ധമാ. അങ്ങനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ ഖബറടക്കി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അതാ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ചു. ഖബറടക്കം കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ലടോ. സാധാരണ മയ്യത്തടക്കി കഴിഞ്ഞ ജനങ്ങൾ മുഴുവനും തിരിച്ചു പോകുമല്ലോ, എന്നാൽ ആരും പോകുന്നില്ല. വലിയ ചർച്ചയായി. എല്ലാവരും കൂടി നിൽക്കുകയാണ്. അവര് പറയുന്നു, വല്ലാത്ത മരണമാണ്. അസ്റായിലിനോട് സലാം പറഞ്ഞു. വല്ലാത്ത സുഗന്ധമായിരുന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞു. മരിച്ച വീട്ടിൽ വന്നവർ മുഴുവനും പറയാൻ തുടങ്ങി. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മയ്യത്ത് ഖബറടക്കാമെന്ന ആയിരക്കണക്കിന് പേര് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് രണ്ടാമതും പോവുകയാ. അവര് വിളിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാം, നീ വേദനയിലാണെന്നറിയാം, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാം, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, സങ്കടപ്പെടുത്താൻ വന്നതല്ല, വേദനിപ്പിക്കാൻ വന്നതല്ല. ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഒരേ ഒരു കാര്യം ചോദിക്കാനാണ്, ഒരേ ഒരു കാര്യം അറിയാനാണ്. എന്താണെന്നറിയുമോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാണ്. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളതെന്ന ഖുർആനിലായ തോതിയല്ലോ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ചിരിക്കുകയായിരുന്നു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ
ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവ് ചെയ്ത നന്മ മാത്രമൊന്ന് പറഞ്ഞതാ. ഭർത്താവിന്റെ ജനാസ കബറടക്കിയിട്ട് വീടിന്റെ മുറ്റത്ത് വന്ന് ജനങ്ങൾ ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസ് സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്തെന്നറിയുമോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യന്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള് എന്റെ ജീവിതത്തിൽ